കാവ്യശാസ്ത്രം എന്നുള്ള പ്രശ്നപത്ര 5-ലെ 13-ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച് പകുതിയാക്കി. മഹാകാവ്യ സംബന്ധി ഭാരതീയ ധാരണ പർ പ്രകാശ് ഡാലിയെ എന്നുള്ളത് പകുതിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പാശ്ചാത്യ കാഴ്ചപ്പാടും ഭാരതീയ കാഴ്ചപ്പാടും മഹാകാവ്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ വളരെയധികം വ്യത്യാസമുണ്ട്. ഭാരതീയ കാവ്യശാസ്ത്രം അനുസരിച്ച് മഹാകാവ്യത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മനുഷ്യൻ്റെ സ്വഭാവത്തോടൊപ്പം ബാഹ്യപ്രകൃതിയുടെ വർണ്ണനയും അനിവാര്യമാണെന്ന് പറഞ്ഞു. ബാഹ്യപ്രകൃതി ഏതൊക്കെയാണ്? നഗരം, ഗ്രാമങ്ങൾ, സൂര്യോദയം, സൂര്യാസ്ത്, ചന്ദ്രോദയ്, ഉദ്യാൻ, ഷൈൽ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളെ പറ്റിയുള്ള വർണ്ണന, ജൽക്രീഡ आदि का वर्णन महाकाव्य में इस उद्देश्य से किया गया है. അടുത്ത മഹാകാവ്യക്കെ കഥാനക്കുമേ. കഥാനക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതിവൃത്തം, മഹാകാവ്യത്തിൻ്റെ കഥ. അതിൽ സംബദ്ധത, ഒരു കണക്ടിവിറ്റി വേണം. അതുപോലെ ചാരുത ലാനിക്ക് ദൃഷ്ടിസേ, ചാരുത എന്ന് പറഞ്ഞാൽ ഭംഗി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിൽ കുച്ച് നിയമവും കാ പാലൻ ആവശ്യക്ക് മാനാ ഗയ ഹൈ, ചില നിയമങ്ങളെ പാലിക്കേണ്ടത് ആവശ്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. കാവ്യമേ മംഗൾ കാ വിധാൻ ഹേ. മംഗൾ കാ വിധാൻ എന്ന് പറഞ്ഞാൽ മംഗളഗാനങ്ങൾ പാടണം, ഈശ്വരനെ സ്തുതിച്ചുകൊണ്ട്. പ്രാരംഭമേ ആശീർവചൻ സ്തുതി യാ കഥാവസ്തു കാ സങ്കേത് ഹോനാ ചാഹിയെ. ആശീർവചൻ അതായത് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും നന്മയുണ്ടാകണം. പിന്നെ സ്തുതി, ഇഷ്ടദേവന്മാരെ സ്തുതിക്കുക. കാവ്യം ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇഷ്ടദേവന്മാരെ സ്തുതിക്കുക. ഉദാഹരണത്തിന് രാമചരിതമാനസം എഴുതിയ സമയത്ത് തുളസീദാസ് ദീതു അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവനായിട്ടുള്ള രാമനെ, ഭഗവാൻ ശിവനെ ഒക്കെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചിട്ടാണ് കഥ ആരംഭിക്കുന്നത്. പിന്നെ അതുപോലെ കഥാവസ്തുക്ക സങ്കേത് ഹോന ചാഹിയെ, കഥാവസ്തുവിൻ്റെ ഒരു സൂചനയും ആ ഫസ്റ്റ് തന്നെ കൊടുക്കണമെന്നാണ്. ഇതൊക്കെയാണ് നിയമങ്ങളാണ് കേട്ടോ. മഹാകാവ്യക നായക് ദേവത അഭിജാതു കുൽക്ക ക്ഷത്രി അഥവാ സദ് വംശജ് ഹോ സക്താ ഹെ. മഹാകാവ്യത്തിൻ്റെ നായകൻ ദേവന്മാരാകാം, ഉന്നത കുടുംബത്തിലുള്ള ക്ഷത്രിയനാകാം, അല്ലെങ്കിൽ നല്ല വംശത്തിൽ പിറന്ന ഒരു വ്യക്തിയാകാം. നായക് ഏക് ഹി വംശിക ഏക് ഹി വ്യക്തി അഥവാ ബഹുത് സേ വ്യക്തി ഹോ സക്താ ഹെ. നായകൻ ഒരു വംശത്തിലെ ഒരാളോ അല്ലെങ്കിൽ അതേ ഒരു വംശത്തിലെ തന്നെ പല വ്യക്തികളും ആകാം. ഒന്നിൽ കൂടുതൽ ഉണ്ടാകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. നായകോമേ ഉദാത്തത ഹോനി ചാഹി. നായകന്മാർ ശ്രേഷ്ഠരായിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കണം. വഹു ലോകവും കേലി ആദർശകോ. നായകന്മാരെപ്പോഴും കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന മെയിൻ കഥാപാത്രം എപ്പോഴും ആദർശമുള്ളവരായിരിക്കണം. ലോക് ഉസ്കെ അനുകരൺ പർ ജീവൻ കോ സുന്ദർ ബനാ സകെ. എന്തിനു വേണ്ടിയാണ് നല്ല കഥാപാത്രങ്ങളാകേണ്ടത്? സത്കഥാപാത്രങ്ങളാകേണ്ടത് എന്തുകൊണ്ടെന്നാൽ ജനങ്ങൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ അനുകരിച്ചുകൊണ്ട് ജീവിതത്തെ സുന്ദരമാക്കി മാറ്റാൻ കഴിയണം. ആദർശ ഗുണോക്കെ അഭാവമേം വഹ് ലോകവും കോ ആകർഷക നഹി ഹോക. ആദർശ ഗുണങ്ങളില്ല എങ്കിൽ ആ കഥാപാത്രം, നായക കഥാപാത്രം ജനങ്ങൾക്ക് ആകർഷകമായിട്ട് മാറില്ല. കഥാനക് കാ വികാസ് നായക് और പ്രതിനായക് മേം സംഘർഷ ദിഖാക്കർ കർനാ ചാഹിയെ. കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയായിരിക്കണം? കഥയുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കണം? നായകനും പ്രതിനായകനും എതിരായിട്ടുള്ള ആളില്ലേ, നായകൻ്റെ എതിരായിട്ട് നിൽക്കുന്ന ആൾ, എതിരാളി, പിന്നെ വില്ലൻ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം രാമന് പ്രതിനായകൻ ആരാണ്? രാവണനാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള സംഘർഷത്തെ കാണിക്കണം എന്നാണ്, എങ്കിലേ കഥ മുന്നോട്ട് പോവുള്ളൂ. ഇസസേ കഥാനകമേ രമണീയത ആയകി. ഇതിൻ്റെ ഫലമായിട്ട് ഇതിവൃത്തത്തിൽ കഥയുടെ പ്ലോട്ടിൽ രമണീയതയും ഭംഗിയുണ്ടാകും. അവർ നായക ചരിത്രപി പ്രകാശിത് പോക. നായകൻ്റെ ക്യാരക്ടർ എന്താണ് അതും വായനക്കാർക്ക്, ആസ്വാദകർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാരതീയ വിദ്വാനോं के विचार में महाकाव्य में श्रृंगार, वीर और शांत इन रसों में से किसी एक को अंगीरस के रूप में स्थान देना चाहिए. നവരസങ്ങളുണ്ടല്ലോ, ആ നവരസങ്ങളിൽ ശൃംഗാരം, വീരം,
ശാന്തം, ശാന്തരസം. ഇങ്ങനെ ഈ 3 രസങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ എന്ത് ചെയ്യണം? അംഗീരസാക്കണം. അംഗീരസം എന്ന് പറഞ്ഞാൽ അതിൽ മുഖ്യ രസ് ആയിട്ട് എന്ത് ചെയ്യണം? സ്ഥാനം കൊടുക്കുക തന്നെ വേണമെന്നാണ്. ഇതിലേതെങ്കിലും ഇത് 3 ഉണ്ടാവാം. പക്ഷേ ഏതെങ്കിലും ഒന്നിന് മുഖ്യ സ്ഥാനം കൊടുക്കുകയും വേണം. കുച്ച് ലോഗോं की दृष्टि में കരുണ രസ് को भी अंगी का स्थान दिया जा सकता है. എന്നാൽ ചില വ്യക്തികൾ പറയുന്നത് എന്താണ്? ചില വ്യക്തികൾ പറയുന്നത് കരുണരസത്തെയും മുഖ്യ രസമായിട്ട് സ്ഥാനം കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ്. അന്യരസവും കാ വർണ്ണൻ സ്ഥാൻ പർ ഹോനാ ചാഹിയെ. മറ്റ് രസങ്ങളൊക്കെ അതാത് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. മുഖ്യരസ് और ഗൗണരസുമേ കഭി കോയി വിരോധി ന ഹോ. പ്രധാനപ്പെട്ട രസ് അതുപോലെ ഗൗണരസ്, അപ്രധാനമായിട്ടുള്ള രസ്, ഇത് തമ്മിലൊരിക്കലും എതിരായിട്ട് പോകരുത്. എന്ന് പറഞ്ഞാൽ ഒന്നിനെതിരായിട്ട് മറ്റൊരു രസം ഉണ്ടാവാൻ പാടില്ല. യദി മഹാകാവ്യ രസോചിത ന ഹോത്തോ. അങ്ങനെ രസസിക്തം അല്ലെങ്കിൽ അതിൽ ആവശ്യമായിട്ടുള്ള കാവ്യഗുണങ്ങൾ ഇല്ല എങ്കിൽ വഹ അപ്പനെ ഗുണോ കോ ഖോ ജായേഗ. ആ മഹാകാവ്യം അതിൻ്റെ ഗുണങ്ങളെ ഇല്ലാതാക്കിക്കളയും. നായിക കെ സമാൻ അന്യപാത്രവും കാ ചിത്രൺ പി മഹാകാവ്യമേ ഹോനി ചാഹിയെ. നായകനെ പോലെ മറ്റ് കഥാപാത്രങ്ങളുടെ ക്യാരക്ടറും മഹാകാവ്യത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അടുത്ത മഹാകാവ്യമേ ആലങ്കാരിക ഉക്തിയോം കാ പ്രയോഗ ഹോനാ ചാഹിയെ. മഹാകാവ്യത്തിൽ ആലങ്കാരികമായിട്ടുള്ള കോട്ടുകൾ, ഉദ്ധരണികളില്ലേ, അതിനെ പ്രയോഗിക്കണം എന്നാണ്. അവർ ഛന്തോം കാ വൈവിധ്യ ഭി ഹോനാ ചാഹിയെ. പല ടൈപ്പ് വൃത്തങ്ങൾ മഹാകാവ്യത്തിലുണ്ടാകണം, എല്ലായിടത്തും ഒന്നല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ദോഹ, ചൗപ്പായി, ചപ്പായി ഇതൊക്കെയാണ് രാമചരിതമാനസം എന്ന് പറയുന്ന മഹാകാവ്യത്തിൽ കാണുന്നത്. അങ്ങനെ ഒരേ വൃത്തത്തിലായിരിക്കരുത്, പല വൃത്തങ്ങളിൽ മഹാകാവ്യം മുന്നോട്ട് കൊണ്ടുപോകണം. इससे പാഠവും കാ ആകർഷൺ കാവ്യക്ക് ഓർ ബഡ്താ ഹെ. ഇതിൻ്റെ ഫലമായിട്ട് വായനക്കാരുടെ ആകർഷണം കാവ്യത്തിലേക്ക് പോകുന്നു. വായനക്കാർക്ക് കാവ്യം ഇഷ്ടപ്പെടുകയും അവർ വേ രസാനന്ദമേ ഡൂബ് ജാത്തേ ഹെ. അവർ ആസ്വാദനത്തിൻ്റെ ആനന്ദത്തിൽ മുങ്ങുകയും ചെയ്യുന്നു. ഛന്തോं के संबंध में यह कहा गया है कि സർഗാന്ത് മേ ഛന്ദ് പരിവർത്തൻ ഹോന ചാഹിയെ. ഛന്ദുകളെ പറ്റി, വൃത്തങ്ങളെ സംബന്ധിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണ്? ഒരു സർഗത്തിൻ്റെ അവസാനം. സർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ അധ്യായത്തിനെന്ന് പറയുക. മഹാകാവ്യത്തിനൊക്കെ സർഗം എന്ന് പറഞ്ഞാൽ അധ്യായം എന്നാ പറയുക. അധ്യായത്തിൻ്റെ അവസാനം വൃത്തത്തിന് മാറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇപ്പം ഉദാഹരണത്തിന് ചപ്പൈ എന്ന് പറയുന്ന ഒരു വൃത്തത്തിലാണ് ഒരു സർഗം അവസാനിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത സർഗത്തിൽ വേറൊരു നിയമത്തിലേക്ക്, വേറൊരു ഛന്ദിലേക്ക് പോകണം, വൃത്തത്തിലേക്ക് പോകണം, മാറിക്കൊണ്ടിരിക്കണം ഒന്ന് കഴിഞ്ഞാൽ. പരന്തു യഹി നിയം സർവത്ര നഹിയും പാലാകയാക. പക്ഷെ എല്ലാ മഹാകാവ്യത്തിലും ഈ നിയമം പാലിക്കപ്പെടുന്നില്ല. മഹാകാവ്യമേ വർണ്ണിത നായകക്കോ ചതുർവർഗ് ധർമ്മ, അർത്ഥ്, കാമ, മോക്ഷ് ഫലപ്രാപ്തി ഹോനി ചാഹിയെ. മഹാകാവ്യത്തിൽ വർണ്ണിച്ചിരിക്കുന്ന നായകന് 4 സ്റ്റെപ്പുകളായിട്ടാണ് അയാൾ എന്ത് ചെയ്യണത്? ആ നായക സ്ഥാനം അലങ്കരിക്കുന്നത്. ധർമ്മത്തിന് വേണ്ടിയും അർത്ഥത്തിന് വേണ്ടിയും കാമ, മോക്ഷ്. ഇതിനാണ് ചതുർവർഗം എന്ന് പറയുക. ആ ഒരു ഫലം കിട്ടണം, അവസാനം മോക്ഷമാർഗത്തിലേക്ക് പോകുന്ന ഒരു ഫലം കിട്ടണം എന്നാണ്. ഇതാണ് മഹാകാവ്യ സംബന്ധമായിട്ടുള്ള ഭാരതീയ കാഴ്ചപ്പാട്. अंतमें हम कह सकते हैं कि हमारे प्राचीन आचार्यों ने महाकाव्य में कथानायक, नायक, रस, उद्देश्य आदि को प्रधानता दी है. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ പ്രാചീന ആചാര്യന്മാർ മഹാകാവ്യത്തിൽ എന്താണ് കഥാനക്ക്, നായക്, രസ്, ഉദ്ദേശ്, കഥാനക്ക്, നായക്, രസ്, ഉദ്ദേശ് ഇതിനെയൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ജീവൻ കെ ആദർശ് കോ ഉन्होंने കഭി വിസ്മൃത് നഹീ കിയാ ഹെ. ജീവിതത്തിൻ്റെ ആദർശത്തെ ഭാരതീയ കാവ്യശാസ്ത്രജ്ഞന്മാർ ഒരിക്കലും മറന്നുപോയിട്ടും ഇല്ല. അടുത്തൊരു ചോദ്യം, വാഗ്മയ് और സാഹിത്യ का സൂക്ഷ്മ अंतर क्या क्या है. വാഗ്മയ് എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ, സാഹിത്യത്തിൻ്റെ മറ്റൊരു വാക്കാണ് വാഗ്മയം.
പിന്നെ സാഹിത്യം, ലിറ്ററേച്ചറും സാഹിത്യവും തമ്മിലുള്ള ചെറിയ വ്യത്യാസം എന്താണ്? രണ്ടും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു എങ്കിലും ഈ രണ്ട് വാക്കുകൾക്ക് രണ്ട് ആശയത്തിലാണ് ഉപയോഗിക്കുക. വാഗ്മയം സാംസ്കൃത് വാക്കാണല്ലോ. അത് സാഹിത്യത്തിൻ്റെ മറ്റൊരു രൂപമാണെങ്കിലും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് നോക്കാം. युग युग से श्रुति पद्धति पर या लिपिबद्ध होकर जो भी वाणी सुरक्षित है वह वह वाग्मय है. യുഗാന്തരങ്ങളായിട്ട് ശ്രുതി പദ്ധതി എന്ന് പറഞ്ഞാൽ കേട്ട് പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് വേദങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ കാര്യങ്ങളും ആവാം, കേട്ടതും ആവാം. അല്ലെങ്കിൽ ലിപിബത്ത് ഹോക്കർ, ലിപിബത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ല താളിയോല ഗ്രന്ഥങ്ങളിലും മറ്റുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില വാക്കുകൾ, ചില ഉപദേശങ്ങൾ സുരക്ഷിതമാക്കി വച്ചിട്ടുണ്ട്. കേട്ട രീതിയിലോ അല്ലെങ്കിൽ എഴുതി വച്ച രീതിയിലോ യുഗാന്തരങ്ങളായിട്ട് ചില കാര്യങ്ങൾ സുരക്ഷിതമാക്കി വച്ചിട്ടുണ്ട്. അതിനെയാണ് വാഗ്മയം എന്ന് പറയുക. ഇപ്പം താളിയോല ഗ്രന്ഥങ്ങളൊക്കെ ഇല്ലേ, അതിനെയാണ് പറയുക, വാഗ്മയം എന്ന് പറയുക. ലേക്കിൻ ജ്ഞാന രാശിക്ക് സഞ്ചിത് കോശിക്ക നാം സാഹിത്യ ഹെ. എന്നാൽ ജ്ഞാനത്തിൻ്റെ കൂട്ടത്തിൻ്റെ, ജ്ഞാനരാശി എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ കൂട്ടം, അറിവിൻ്റെ കൂമ്പാരം കളക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഡിക്ഷണറി പോലെയുള്ള ഒന്നിൻ്റെ പേരാണ് എന്താണ്? സാഹിത്യം എന്ന് പറയുക. അറിവിനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഗ്രന്ഥത്തെയാണെന്ന് പറയുക, സാഹിത്യമെന്ന് പറയുക. അപ്പം ഇത് പണ്ട് മുതലേ എഴുതി സൂക്ഷിച്ചു വച്ചിട്ടുള്ളതായിരിക്കും. എന്നാൽ സാഹിത്യം അങ്ങനെയല്ല, അത് ഏത് സമയത്തും എഴുതുന്നതായിരിക്കും. അതിലിഷ്ടം പോലെ അറിവിൻ്റെ ഭണ്ഡാരം ആയിരിക്കും, അതിലിഷ്ടം പോലെ അറിവ് നിറച്ചു വെച്ചിട്ടുണ്ടാവും. वाग्मई मौखिक परंपरा से प्राप्त ज्ञान को भी अपने क्षेत्र में समेट लेता है. വാഗ്മയം പണ്ടേ ആൾക്കാർ ഓറലായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളില്ലേ, അങ്ങനെ പരമ്പരാഗതമായിട്ടും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവിനെ തൻ്റെ ആ മേഖലയിൽ ശേഖരിച്ചു വയ്ക്കുന്നു. ഓറലായിട്ട് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള കാര്യത്തെ എന്ത് ചെയ്യുന്നു? ശേഖരിച്ചു വച്ചിരിക്കുന്നു. पर साहित्य ज्ञान और अनुभव का लिपिबद्ध रूप ही कहा जा सकता है. എന്നാൽ സാഹിത്യം അത് അങ്ങനെയല്ല, അറിവിൻ്റെയും അനുഭവങ്ങളുടെയും എഴുതി വച്ചിട്ടുള്ള രൂപത്തെയാണ് സാഹിത്യം എന്ന് പറയുക. इस प्रकार हम कह सकते हैं कि वाग्मय वाणी के द्वारा प्रकाशित समस्त അനുഭവ और ज्ञान है. ഇപ്രകാരം നമുക്ക് പറയാം, വാഗ്മയം എന്ന് പറയുന്നത് ഉപദേശങ്ങളാൽ പബ്ലിഷ് ചെയ്തു വച്ചിട്ടുള്ള എല്ലാ അനുഭവങ്ങളുടെയും അറിവിൻ്റെയും ഭണ്ഡാരമാണ്. ലേക്കിൻ സാഹിത്യ മനുഷ്യക്കെ അനുഭവ് അവർ ജ്ഞാൻ കാ ബഹുരൂപ ഹെ. എന്നാൽ സാഹിത്യം മനുഷ്യൻ്റെ അനുഭവങ്ങളും അറിവിൻ്റെയും രൂപമാണ്. ജോ ലിപിബത്ത് ഹോക്കർ ഹമാരെ സാമനെ ആത്താ ഹെ യാ സുരക്ഷിത് രഹത്താ ഹെ. അത് ഒന്നിൽ എഴുതി വെച്ചിട്ടുണ്ടാകും, എഴുതി വെച്ച് നമ്മുടെ മുന്നിൽ നമ്മൾ കാണപ്പെടുന്നു, അല്ലെങ്കിൽ അതിനെ പണ്ടേ അല്ലെങ്കിൽ വേറൊരു സമയത്ത് അത് സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ടാകും. ഇപ്പം പല നോവലുകളും, പഴയ നോവലുകളില്ലേ, അതൊക്കെ സാഹിത്യത്തിൽ പെടും. എന്നാൽ വേദങ്ങളിലും പുരാണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ ഇല്ലേ, അതിനെയാണ് വാഗ്മയം എന്ന് പറയുക. യുഗ് യുഗ് കി മൗഖിക പരമ്പരാ സെ ബഹ്തി ഹുയി വാഗ്മയ കി ധാരാ ഭി അമർ ഹോ ജാത്തി ഹെ. കാലാകാലങ്ങളിൽ യുഗാന്തരങ്ങളോളമായിട്ടുള്ള പണ്ട് മുതൽക്കേയുള്ള ഓറലായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ആ പാരമ്പര്യത്തിൽ നിന്ന് ഒഴുകിയെത്തിയ വാഗ്മയത്തിൻ്റെ ധാരയും അനശ്വരമായി തന്നെ നിലനിൽക്കും. വാഗ്മയത്തിന് നാശമില്ല, അതെന്നും നിലനിൽക്കുമെന്നാണ്. और लिपिबद्ध साहित्य भी अध्ययन मनन और समीक्षण के द्वारा युग युग तक समादृत होता रहता है तो अमर हो जाता है. എന്നാൽ എഴുതി വച്ചിട്ടുള്ള സാഹിത്യം അത് പഠനത്തിലൂടെയും റിപ്പീറ്റായിട്ട് നമ്മൾ പറയില്ലേ, മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യത്തെ വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിക്കുക. പിന്നെ സമീക്ഷൺ കെ ദ്വാര എന്ന് പറഞ്ഞാൽ നിരൂപണത്തിലൂടെയൊക്കെ യുഗാന്തരങ്ങളോളം അതിന് വേണ്ട റെസ്പെക്റ്റ് കൊടുത്ത് സൂക്ഷിച്ചു വച്ചാൽ അത് അനശ്വരമായിട്ട് മാറുന്നു. നമുക്കിവിടെ സാഹിത്യം എല്ലായ്പ്പോഴും നിലനിൽക്കണമെന്നില്ല, പക്ഷെ നല്ല സാഹിത്യം എപ്പോഴും അനശ്വരമായിട്ട് നിലനിൽക്കും. വാഗ്മയത്തിന് ആ പ്രശ്നമില്ല, അത് എത്ര യുഗം കഴിഞ്ഞാലും അതിന് നാശം ഉണ്ടാവില്ല. अतएव वाग्मयी अथवा साहित्य की प्रमुख विशेषता
उसकी സ്മരണീയത, സംക്രമണശീലത और പ്രഗതിശീലത में है. അതുകൊണ്ട് നമുക്ക് വാഗ്മയം അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട വിശേഷത എന്താണ്? അതിനെ സ്മരണീയത, കാലാകാലം കഴിഞ്ഞാലും അതിനെ ഓർക്കുന്നു. അതുപോലെ സംക്രമണശീലത, ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറയിലേക്ക് അതിനെന്ത് ചെയ്യുന്നു? കൈമാറുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് രാമായണം, മഹാഭാരതമൊക്കെ അങ്ങനെയല്ലേ? അത് എത്ര വർഷം കഴിഞ്ഞാലും എത്ര യുഗം കഴിഞ്ഞാലും മാറി മാറി അടുത്ത തലമുറയിലേക്ക് പോകും. പിന്നെ പ്രഗതിശീലതാമേഹെ എന്ന് പറഞ്ഞാൽ അതിലൊരുപാട് പുരോഗമന കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഓരോ പ്രാവശ്യം വായിച്ച് അർത്ഥം പറയുമ്പോഴും അർത്ഥം മനസ്സിലാക്കുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ വന്നുകൊണ്ടേയിരിക്കും. വേദ പ്രാരംഭിക സ്വരൂപ് വാഗ്മയിക്കാഹിഹെ, വേദത്തിൻ്റെ ആദ്യകാല സ്വരൂപം വാഗ്മയത്തിൻ്റെതാണ്. ഇസീസെ ഉസേ ശ്രുതി കഴുത്തേ, അതുകൊണ്ടാണ് അതിനെ ശ്രുതി എന്ന് പറയുന്നത്. വേദത്തിന് പറയുന്ന മറ്റൊരു വാക്ക് എന്താണ്? ശ്രുതി എന്നാണ്. കാരണം അത് പണ്ടേ ഉള്ള കാര്യമാണ് ശ്രുതി. ഇനി അതിൽ ചെറിയ ചോദ്യമുണ്ട്, അത് ഇതിൽ നോക്കി എഴുതത്തക്കതേ ഉള്ളൂ. വാഗ്മയി കിസേ കഹത്തെ ഹെ, സാഹിത്യ ക്യാ ഹെ. സാഹിത്യ ക്യാ ഹെ, ഇനി അതൊരു സെപ്പറേറ്റ് ചോദ്യമാണ്. സാഹിത്യക്കെ കിത്തനെ ഭേദ് ഹെ, ഉൻ ഭേദവും കാ സംക്ഷിപ്ത പരിചയ് ദീജിയെ. സാഹിത്യം എന്നാൽ എന്ത്? സാഹിത്യത്തിന് എത്ര പിരിവുകളുണ്ട്? ആ പിരിവുകളെ ചുരുക്കി പ്രതിപാദിക്കുക. ജ്ഞാനരാശിക്ക് സഞ്ചിത് കോശിക്കാനാം സാഹിത്യ ഹെ, മുകളിൽ വന്നത് തന്നെ അറിവിൻ്റെ രാശിയുടെ, അറിവിൻ്റെ സമൂഹത്തെ കളക്ട് ചെയ്ത് വച്ചിരിക്കുന്ന കോശത്തിൻ്റെ പേര്, ഡിക്ഷണറിയുടെ പേരാണ് സാഹിത്യമെന്ന് പറയുക. സാഹിത്യ മനുഷ്യക്ക് അനുഭവ് और ज्ञान का वह रूप है. സാഹിത്യം മനുഷ്യൻ്റെ അനുഭവത്തിൻ്റെയും അറിവിൻ്റെയും ഒരു ആകത്തുകയാണ്, ഒരു രൂപമാണ്. ജോ ലിപിബത്ത് ഹോക്കർ ഹമാരെ സാമനെ ആത്താ ഹെ, അത് എഴുതിയിട്ടാണ് നമ്മുടെ മുന്നിൽ വരിക. ഇപ്പോൾ സാഹിത്യം എഴുതിയാലേ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എഴുതി സൂക്ഷിച്ചു വച്ചിട്ടുണ്ടാകും. അതാണ് ജ്ഞാൻ और അനുഭവ് കെ ലിപിബത്ത് രൂപ കോ ഹി സാഹിത്യ കഹലാത്ത ഹെ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും എഴുതി വച്ചിട്ടുള്ള ആ ഒരു രൂപത്തെയാണ് സാഹിത്യമെന്ന് പറയുന്നത്. സാഹിത്യക്കെ പ്രമുഖതയാ 5 ഭേദ് കിയെ ജാ സക്തേ ഹെ. സാഹിത്യത്തെ നമുക്ക് 5ആയിട്ട് തരത്തിരിക്കാം. വിജ്ഞാൻ, ദർശൻ, ശാസ്ത്ര, ഇതിഹാസ് और കാവ്യ. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത് 1 മാർക്കിന് ചോദിക്കും കേട്ടോ. സാഹിത്യക്കെ പ്രമുഖ ഭേദ് കിത്തനെ ഹേ എന്ന് ചോദിക്കാം. അപ്പോൾ 5 ഒന്ന് വിജ്ഞാൻ, വിജ്ഞാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ശാസ്ത്രങ്ങൾ. ദർശനം, ഫിലോസഫി, പിന്നെ നമ്മൾ പുരാണങ്ങളും ശാസ്ത്രങ്ങളെന്ന് പറയുന്ന ശാസ്ത്രം. ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ചരിത്രം. പിന്നെ കാവ്യം, കാവ്യം എന്ന് പറഞ്ഞാൽ കവിത മാത്രമല്ല കേട്ടോ. അതിലൊന്ന് വിജ്ഞാനാണ്. तर्क और प्रयोग पर आधारित सिद्धांत और नियमों को स्पष्ट करने वाला प्रत्यक्ष या इंद्रिय गोचर स्थूल एवं सूक्ष्म तत्वों का सूक्ष्म व्यवस्थित ज्ञान ही विज्ञान है. എന്താണ് ശാസ്ത്രം? സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്ക് അവർ പ്രയോഗ പർ ആധാരിത്, തർക്കത്തിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും നമ്മൾ നേടിയെടുത്ത സിദ്ധാന്തങ്ങളെയും നിയമങ്ങളെയും. ഏതൊക്കെയാണ്? തർക്കങ്ങളിലൂടെയും പലതരത്തിലുള്ള ഡിസ്കഷൻസ് ഉണ്ടല്ലോ, അതിലൂടെയും എക്സ്പെരിമെൻ്റ് നടത്തി പ്രയോഗത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും ആസ്പദമാക്കി, അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ ചില സിദ്ധാന്തങ്ങളും നിയമങ്ങളും വ്യക്തമാക്കുന്ന പ്രത്യക്ഷമോ അല്ലെങ്കിൽ ഇന്ദ്രിയഗോചരമായ സ്ഥൂലവും സൂക്ഷ്മവുമായ തത്വങ്ങളുടെ സൂക്ഷ്മമായിട്ടുള്ള വ്യവസ്ഥിത ചിട്ടയായിട്ടുള്ള ജ്ഞാനത്തെയാണ് വിജ്ഞാനം എന്ന് പറയുക. അപ്പോൾ വിജ്ഞാനം തർക്കത്തിന് അതീതമാണ്. അതുപോലെ അത് പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് വിജ്ഞാനത്തിൽ, ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അടുത്ത ദർശനം എന്താണ്? തർക്ക് और ബുദ്ധി पर ആധാരിത ദർശൻ കാ വിവേചൻ ക്ഷേത്ര വ്യാപക. തർക്കം മാത്രമല്ല, ബുദ്ധി, ഈ തർക്കത്തിനെ ബേസ് ചെയ്തും ബുദ്ധിയെ ബേസ് ചെയ്തും ഉള്ള ഈ ദർശൻ എന്ന് പറയുന്നത് അതിൻ്റെ വിവേചന ക്ഷേത്രം, അതിൻ്റെ പ്രതിപാദന മേഖല വ്യാപകമാണ്. ദർശനത്തിൻ്റെ മേഖല വളരെ വിശാലമാണ്. ഏക് വിശ്വക്കെ വികാസ് ആദി की കൽപ്പന एवं जड़ और ചേതൻ के संबंध का विश्लेषण करता है. ദർശൻ എപ്പോഴും ലോകത്തിൻ്റെ വികാസത്തെ പറ്റിയുള്ള ഭാവനകൾ, സങ്കല്പങ്ങൾ, അതുപോലെ ജഡമായിട്ടുള്ള പദാർത്ഥങ്ങളും ജീവനില്ലാത്ത പദാർത്ഥങ്ങളും ജീവനുള്ള വസ്തുക്കളെയും സംബന്ധിച്ചുള്ള അപഗ്രഥനം, ഇതൊക്കെ നടത്തുന്നത് ദർശനമാണ്.
യഹ് ഫിലോസഫി അതാണ്. യഹ് ജീവൻ ക്രം കി ഏക് നിശ്ചിത വ്യവസ്ഥ അവർ ധാരണ കാ പ്രതിപാദൻ കർത്താ ഹെ. ജീവിതക്രമത്തിനുള്ള ഒരു നിശ്ചിതമായിട്ടുള്ള വ്യവസ്ഥയും കൃത്യമായിട്ടുള്ള ഒരു വ്യവസ്ഥയും ജീവിതത്തെ പറ്റിയുള്ള ധാരണകളെയും പറ്റി പ്രതിപാദിക്കുന്ന ഒരു വിഭാഗമാണ് ദർശൻ എന്ന് പറയുക. ദർശൻ काल्पनिक तथ्यों के आधार पर विश्व का रहस्योद्घाटन करने का प्रयत्न करता है. ദർശൻ അല്ലെങ്കിൽ ഫിലോസഫി കാൽപ്പനികമായിട്ടുള്ള തഥ്യങ്ങളെ ആസ്പദമാക്കി, കാൽപ്പനികമായിട്ടുള്ള തത്വങ്ങളെ ആസ്പദമാക്കി വിശ്വക്കാ രഹസ്യോദ്ഘാടൻ കർണേക്ക പ്രയത്ന കർത്താ ഹെ. ലോകത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അടുത്ത शास्त्र मानव जीवन से संबंधित और उसके उपयोगी नियम. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട മനുഷ്യജീവിതത്തിന് ഉപയോഗമുള്ള നിയമങ്ങളും അവർ സിദ്ധാന്തങ്ങളും जो जीवन के किसी पक्ष की एक पूर्ण धारणा को स्पष्ट करता है. അതെന്ത് ചെയ്യുന്നു? ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള ധാരണയെ വ്യക്തമാക്കുന്നു. മനുഷ്യന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വശത്തുള്ള ഏതെങ്കിലും ഒരു വശത്തുള്ള നമ്മുടെ ധാരണകളുണ്ടല്ലോ, നമ്മുടെ ചിന്തകളും മറ്റുമൊക്കെ, അതിനെ വ്യക്തമാക്കുന്നതിനെയാണ് എന്ത് പറയുക? ശാസ്ത്രം എന്ന് പറയുക. ഇപ്പോൾ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതുപോലെ ജീവിതത്തിന് ഉപയോഗമുള്ള നിയമങ്ങളെയും സിദ്ധാന്തങ്ങളെയൊക്കെയാണ് എന്ത് പറയുക? ശാസ്ത്രങ്ങളെന്ന് പറയുക. विज्ञान के भी वे नियम जो समाज के लिए उपयोगी या उसके जीवन से संबद्ध रूप में देखे जाते हैं. ശാസ്ത്രത്തിലുള്ള ചില നിയമങ്ങളുണ്ടല്ലോ, സയൻസിലുള്ള ചില നിയമങ്ങൾ, അത് സമൂഹത്തിന് ഉപയോഗമുള്ളതായിരിക്കും. യാ ഉസ്കെ ജീവൻ സെ സമ്പത്ത് രൂപമേ ദേഖേ ജാത്തേ ഹെ. അതുപോലെ അതിന് മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കാണാനും പറ്റും. ശാസ്ത്രക്കാ രൂപ് ഗ്രഹൺ കർ ലേത്തേ ഹെ. അപ്പോൾ അങ്ങനെ, അതായത് സമൂഹത്തിന് വേണ്ടി ഉപയോഗമുള്ളതും ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി കാണുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ പല കാര്യങ്ങളും ശാസ്ത്രത്തിൻ്റെ രൂപം പ്രാപിക്കാറുണ്ട്. വിജ്ഞാനത്തിലുള്ള ശാസ്ത്രത്തിലുള്ള പല കാര്യങ്ങളും ഈ പറഞ്ഞ ജീവിത ശാസ്ത്രത്തിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്നർത്ഥം. അപ്ലൈഡ് സയൻസസ് तथा सामाजिक विज्ञान शास्त्र के अंतर्गत आते हैं. നമ്മൾ അപ്ലൈഡ് സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കറിയാം. അപ്ലൈഡ് സയൻസ് അല്ലെങ്കിൽ സോഷ്യോളജി പറയില്ലേ, സാമാജിക വിജ്ഞാൻ, സോഷ്യോളജി, ഇത് രണ്ടും ഏതിൽ വരും? ശാസ്ത്രത്തിൻ്റെ ഉള്ളിൽ വരുന്ന രണ്ട് വിഭാഗവും, രണ്ട് സബ്ജക്റ്റുകളാണ് കേട്ടോ. അടുത്ത इतिहास എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി. किसी वस्तु व्यक्ति या जाति के व्यतीत वृत्तांत का प्रामाणिक लेखा इतिहास कहलाता है. ഏതെങ്കിലും ഒരു വസ്തു, വ്യക്തി അല്ലെങ്കിൽ ജാതിയുടെ കഴിഞ്ഞുപോയ വൃത്താന്തത്തിൻ്റെ, കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ആധികാരികമായിട്ടുള്ള ഒരു ലേഖ, ഒരു ആധികാരികമായിട്ടുള്ള രേഖയാണ് ചരിത്രമെന്ന് പറയുക. ഇതിഹാസ് കാ സംബന്ധ ജൈസാദ വൈസാഹി പ്രസ്തുത കർണേക്ക് പ്രയത്നസേഹി. ചരിത്രത്തിന് ബന്ധമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അതേപോലെ അവതരിപ്പിച്ചാലേ അത് ശാസ്ത്രമാവുള്ളൂ. അഥവാ ഇതിഹാസ് കാ കാര്യം അപ്പന വിശിഷ്ട കാര്യം. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ കാര്യം വിശിഷ്ടമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഉള്ള കാര്യം അതേപോലെ വർണ്ണിച്ചാലേ അത് ഇതിഹാസമാവുള്ളൂ, ചരിത്രമാവുള്ളൂ. കാവ്യം, അടുത്ത 5ാമത്തെ പോയിന്റ് കാവ്യം. കാവ്യ ജീവൻ और सत्य के किसी स्वरूप का आकर्षक और सजीव चित्रण है. ജീവിതത്തിലെ സത്യം അല്ലെങ്കിൽ ജീവിതം അല്ലെങ്കിൽ സത്യത്തിലുള്ള ഏതെങ്കിലും രൂപത്തെ ആകർഷകമാക്കി സജീവമായിട്ട് ചിത്രീകരിക്കുന്നതിനെ കാവ്യമെന്ന് പറയുന്നു. വഹ് രമണീയ അർത്ഥക്കോ പ്രകട് കർണേ വാലി ശബ്ദകലാഹെ. രമണീയമായിട്ടുള്ള അർത്ഥത്തെ പ്രകടിപ്പിക്കുന്ന ശബ്ദകലയാണ് കാവ്യം. വഹ് കൽപ്പന और അനുഭൂതി से प्रेरित विचारों की सजीव ആകർഷക രമണീയ അഭിവ്യക്തി ഹെ. കൽപ്പന, അനുഭൂതി ഇവയാൽ പ്രേരിതമായിട്ടുള്ള ചിന്തകളുടെ സജീവവും ആകർഷകവും രമണീയവുമായിട്ടുള്ള, അവിടെ സ്മരണീയല്ല, രമണീയവുമായിട്ടുള്ള അഭിവ്യക്തിയാണ് അതിമനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് കാവ്യമെന്ന് പറയുക.
प्रधानतया काव्य में कल्पना और अनुभूति के माध्यम से गृहीत सत्य का निरूपण किया जाता है. പ്രധാനമായിട്ടും കാവ്യത്തിൽ ഭാവന, അനുഭൂതി ഇവയിലൂടെ നേടിയെടുത്ത സത്യത്തെ, കണ്ടെത്തിയ സത്യത്തെ പ്രതിപാദിക്കുന്നു. കാവ്യ ഏക രചന ഹേ സൃജൻ ഹേ. കാവ്യം എന്ന് പറഞ്ഞാൽ ഒരു രചനയാണ്, സൃഷ്ടിയാണ്. കാവ്യ പ്രതിഭാസമ്പന്ന മാനവയ്ക്ക് ശബ്ദഗത് സുഖർ സൃഷ്ടി ഹേ. കാവ്യം പ്രതിഭാസമ്പന്നരായിട്ടുള്ള മനുഷ്യരുടെ ശബ്ദഗതമായിട്ടുള്ള ഭംഗിയുള്ള സൃഷ്ടിയാണ്. ഇസീസെ ഏക സാഹിത്യക്ക് സമസ്ത രൂപവും കി അപേക്ഷ അധിക രോചക ഹേ. അതുകൊണ്ട് കാവ്യം മറ്റുള്ള എല്ലാ സാഹിത്യ രൂപങ്ങളെക്കാളും ഭംഗിയുള്ളതാണ്. കഭി കഭി സാഹിത്യ ശബ്ദ കാ പ്രയോഗ ഭി കാവ്യക്ക് അർത്ഥമേ ഹോത്താ ഹെ. എല്ലാ സാഹിത്യങ്ങളെയും ചിലപ്പോൾ കാവ്യം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. സാഹിത്യ ഉപയുക്ത സഭി രൂപ് സാഹിത്യക്കെ എന്നും കൂടെ ചേർക്കാം. ഉപയുക്ത സഭി രൂപ് ക്രമശഃ ബുദ്ധി യാ തർക്ക സെ അനുഭൂതി और कल्पना के सम्मिश्रण के अनुरूप या अनुपात के अनुसार है. സാഹിത്യത്തിൻ്റെ മുകളിൽ പറഞ്ഞ എല്ലാ രൂപങ്ങളും യഥാക്രമം ബുദ്ധിയുടെയും തർക്കത്തിലൂടെയും അനുഭൂതി, കൽപ്പന ഇവയുടെ സമ്മിശ്രണം ഇതൊക്കെ വേണം. ബുദ്ധി, തർക്കം, അനുഭൂതി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതെങ്ങനെയാണ് ഒരു അനുപാതം അനുസരിച്ചിട്ട്, ഒരു റേഷ്യോ അനുസരിച്ച് ഇത് മൂന്നും ബുദ്ധിയും തർക്കവും അനുഭൂതിയും കൽപ്പനയും ഒക്കെ ഒരു റേഷ്യോ അനുസരിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാലേ സാഹിത്യം എന്ന് നമുക്ക് കോമൺ ആയിട്ട് വിളിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതെല്ലാം ആവശ്യത്തിന് അനുസരിച്ച് ഒരു സാഹിത്യത്തിൽ ഉണ്ടാകണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ ആശയം. അത്രയും മതി.